അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വൽ ആഖിബത്തു ലിൽ മുത്തഖീൻ വലാ ഉദ്വാന ഇല്ലാ അലൽ ളാലിമീൻ വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ അംബിയാഇ വൽ മുർസലീൻ വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ അമ്മാ ബഅദ്. സഹോദരന്മാരെ, വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം അവർ ഒരു വർഷത്തെ യാത്രയാക്കുകയും പുതുതായിട്ടുള്ളൊരു വർഷത്തെ സ്വീകരിക്കുകയും ചെയ്തിരിക്കുകയാണ്. അറബി മാസത്തിൻ്റെ ഒരു പരിഗണന വെച്ചുകൊണ്ട് അതിലെ ആദ്യത്തെ മാസമാണ് മുഹറം മാസം. മുഹറം മാസത്തിന് ഒരുപാട് സവിശേഷതകളുള്ളതായിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. അതിൽപ്പെട്ടൊരു കാര്യമാണ് ഇമാം മുസ്ലിം രേഖപ്പെടുത്തിയ സഹീഹായിട്ടുള്ള ഹദീസിൽ അഫ്ളലു സിയാമി ബഅദ റമളാൻ ഷഹ്റുല്ലാഹിൽ മുഹറം. നിർബന്ധം നോമ്പായി റമളാൻ മാസത്തിലെ നോമ്പ് കഴിഞ്ഞാൽ ഏറ്റവും ശ്രേഷ്ഠമായിട്ടുള്ള നോമ്പ് മുഹറം മാസത്തിലെ നോമ്പാണ്. ഈ ഹദീസിനെ വിശദീകരിച്ചുകൊണ്ട് പണ്ഡിതന്മാർ മുഹറം മാസത്തിൽ ഐച്ഛികമായ നോമ്പുകൾ അധികരിപ്പിക്കുന്നത് സുന്നത്താണ് എന്ന് നമുക്ക് പഠിപ്പിച്ചു തരുന്നു. മാത്രമല്ല, യുദ്ധം നിഷിദ്ധമായ പവിത്രമായ ഒരു മാസം കൂടിയാണ് മുഹറം മാസം. പ്രത്യേകിച്ച് നാം മുമ്പ് ഒരു ക്ലാസ്സിൽ സൂചിപ്പിച്ചതുപോലെ ഒരു കാലഘട്ടത്തും നമ്മൾ അതിക്രമമോ അനീതിയോ അല്ലെങ്കിൽ തിന്മകളോ ഒരിക്കലും ചെയ്യാൻ പാടില്ല, പ്രത്യേകിച്ച് പവിത്രമായിട്ടുള്ള മാസങ്ങളിൽ. അതുകൊണ്ട് തന്നെ മുഹറം മാസത്തിന് ആ നിലക്കും പ്രത്യേകതയുണ്ട്. ഈ മുഹറം മാസത്തിലെ ഐച്ഛിക നോമ്പുകളിൽ ഏറ്റവും പ്രധാനപ്പെട്ട നോമ്പ് ആശൂറ നോമ്പാണ്, അഥവാ മുഹറം 10 നോമ്പാണ്. എന്നാൽ മുഹറം 1 മുതൽ 10 വരെ തുടർച്ചയായി നോമ്പ് നോൽക്കുന്നതിന് സ്വീകാര്യമായ പ്രാമാണികമായിട്ടുള്ള ഒരു തെളിവും സ്ഥിരപ്പെട്ടിട്ടില്ല. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരു മാസം പൂർണ്ണമായി നോമ്പ് നോറ്റത് റമളാനിൽ മാത്രമാണ്. പിന്നീട് ഷഅബാനിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഐച്ഛിക നോമ്പ് അധികരിപ്പിക്കാറുണ്ട്. അധിക ദിവസങ്ങളിലും ഷഅബാൻ മാസത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നോമ്പ് അനുഷ്ഠിക്കാറുണ്ട്. അതേപോലെ തന്നെയാണ് മുഹറം മാസത്തിലും ഐച്ഛിക നോമ്പുകൾ അധികരിപ്പിക്കുന്നത് അഭികാമ്യമാണ് എന്ന് ഈ ഹദീസിൻ്റെ വെളിച്ചത്തിൽ പണ്ഡിതന്മാർ നമുക്ക് പഠിപ്പിച്ചു തരുന്നുണ്ട്. ആശൂറ നോമ്പിൻ്റെ നമ്മൾ പറഞ്ഞല്ലോ, ആശൂറ നോമ്പാണ് ഈ മുഹറം മാസത്തിലെ ഐച്ഛിക നോമ്പുകളിൽ വെച്ച് ഏറ്റവും ശ്രേഷ്ഠമായിട്ടുള്ളതും പ്രധാനപ്പെട്ടതും. ആശൂറ നോമ്പിനെക്കുറിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന സ്ഥിരപ്പെട്ട ഹദീസിൽ ഇമാം മുസ്ലിം റഹ്മത്തുള്ളാഹി അലൈഹി തൻ്റെ സഹീഹിൽ ഉദ്ധരിച്ചിട്ടുള്ളത് അഹ്തസിബു അലല്ലാഹി അൻ യുകഫിറ സനത്തല്ലത്തി ഖബ്ലഹു. കഴിഞ്ഞുപോയ വർഷത്തെ പാപങ്ങൾ അള്ളാഹു പൊറുക്കപ്പെടുമെന്ന് ഞാൻ പടച്ച തമ്പുരാനിൽ നിന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പോൾ നമ്മുടെ ജീവിതത്തിൽ കഴിഞ്ഞ വർഷം സംഭവിച്ചിട്ടുള്ള വൻ പാപങ്ങളൊഴിച്ച് ബാക്കിയുള്ള ചെറിയ പാപങ്ങളൊക്കെ, വീഴ്ചകളൊക്കെ ഈ ഒരു സുന്നത്ത് നോമ്പ് മുഖേന പുറത്തു കിട്ടാൻ കാരണമാകുമെന്ന് പറയുമ്പോൾ ആ നോമ്പിൻ്റെ ഒരു പ്രത്യേകതയെക്കുറിച്ച് നാം വളരെ ഗൗരവത്തോടുകൂടി ചിന്തിക്കുകയും അനുഷ്ഠിക്കുകയും ചെയ്യുക. എന്താണ് ആശൂറ നോമ്പിൻ്റെ പ്രത്യേകത? പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഹിജറക്ക് മുമ്പ് മക്കയിൽ വെച്ചും ആശൂറ നോമ്പ് അനുഷ്ഠിക്കാറുണ്ട്. മദീനയിലേക്ക് ഹിജറ പോയപ്പോൾ ജൂതന്മാരും അത് അനുഷ്ഠിക്കുന്നതായിട്ട് അവിടുന്ന് കാണുകയും എന്താണ് കാര്യമെന്ന് തിരക്കുകയും ചെയ്തപ്പോൾ അവർ പറഞ്ഞു, ഇത് മഹത്തായ അല്ലെങ്കിൽ ശ്രേഷ്ഠമായിട്ടുള്ളൊരു ദിവസമാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല മൂസാ നബി അലൈഹിസ്സലാമയും അദ്ദേഹത്തിൻ്റെ വിശ്വാസികളായ അനുയായികളെയും രക്ഷപ്പെടുത്തുകയും ഫറോവയെയും ഫറഔനിൻ്റെ ആളുകളെയും ചെങ്കടലിൽ മുക്കിക്കൊല്ലുകയും ചെയ്ത അങ്ങനെ വിജയം ലഭിച്ച ഒരു ദിവസമാണ്. ഫസാമഹു മൂസ ശുക്ര. മൂസ അലൈഹിസ്സലാം അള്ളാഹുവിന് ശുക്ർ ചെയ്തുകൊണ്ട് നോമ്പനുഷ്ഠിച്ചു. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നിങ്ങളെക്കാൾ എന്തുകൊണ്ടും മൂസ അലൈഹിസ്സലാമയോട് കടപ്പെട്ടത് ഞങ്ങളാണ്. ആദർശപരമായി മൂസ അലൈഹിസ്സലാമയോട് ബന്ധമുള്ളതും ഏറ്റവും കൂടുതൽ കടപ്പെട്ടവരും ഞങ്ങളാണ്. അതുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നോമ്പ് അനുഷ്ഠിക്കുകയും
സഹാബികളോട് വിശ്വാസികളോട് നോമ്പ് അനുഷ്ഠിക്കാൻ കൽപ്പിക്കുകയും ചെയ്തു. പിന്നീട് പരിശുദ്ധ റമദാനിൽ നോമ്പ് നിർബന്ധമാക്കിയപ്പോൾ ആശൂറ നോമ്പ് ഐച്ഛികമായ നോമ്പായിട്ട് അവശേഷിച്ചു. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അവസാന കാലഘട്ടമായപ്പോൾ സഹാബികൾ പറഞ്ഞു, ആശൂറ നോമ്പ് ജൂതന്മാരും അനുഷ്ഠിക്കാറുണ്ട്. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ലഇൻ ഇശ്തു ഇലാ ഖാബിലിൻ ലഅസൂമന്ന താസിഅ, അടുത്ത വർഷം ഞാൻ ജീവിക്കുകയാണെങ്കിൽ 9 കൂടി താസുആ നോമ്പ് കൂടി അനുഷ്ഠിക്കുമെന്ന് പറഞ്ഞു. അപ്പോൾ മുഹറം മാസത്തിൽ ഐച്ഛികമായ നോമ്പ് അധികരിപ്പിക്കൽ സുന്നത്താണ്. അതോടൊപ്പം തന്നെ അതിലേറ്റവും പ്രധാനപ്പെട്ടത് ആശൂറ നോമ്പാണ്. പിന്നീട് പ്രധാനപ്പെട്ടത് താസുഅ നോമ്പാണ്, അഥവാ മുഹറം 9ഉം 10ഉമാണ്. അതുകൊണ്ട് സഹോദരന്മാരെ, മുഹറം 9ഉം 10ഉം അനുഷ്ഠിക്കുക. ഇനി 9 ആർക്കെങ്കിലും കഴിഞ്ഞിട്ടില്ലെങ്കിൽ 10ഉം 11ഉം അനുഷ്ഠിക്കലും പണ്ഡിതന്മാരുടെ ചില വീക്ഷണമനുസരിച്ച് അഭിപ്രായങ്ങളുണ്ട്, അങ്ങനെയും ചെയ്യാവുന്നതാണ്. അപ്പോൾ എന്തായാലും മുഹറം 9ഉം 10ഉം വളരെ താല്പര്യത്തോടുകൂടി പ്രതിഫലേച്ഛയോടുകൂടി ആ ഐച്ഛിക നോമ്പ് അനുഷ്ഠിക്കുന്നതോടൊപ്പം തന്നെ മുഹറം മാസത്തിലെ മറ്റു ദിവസങ്ങളിലും കഴിയുന്നത്ര ഐച്ഛിക നോമ്പുകൾ അധികരിപ്പിക്കുവാൻ വേണ്ടി പരിശ്രമിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല നന്മകൾ, സൽക്കർമ്മങ്ങൾ കൂടുതൽ ചെയ്ത് പാപങ്ങൾ പൊറുക്കപ്പെടുകയും വിജയികളാവുകയും ചെയ്യുന്നവരുടെ കൂട്ടത്തിൽ എന്നെയും നിങ്ങളെയും ഉൾപ്പെടുത്തുമാറാവട്ടെ. വആഖിറു ദഅവാനാ അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.